ട്രംപിനെതിരെ 25 മണിക്കൂറും 5 മിനിറ്റും പ്രസംഗം. സെനറ്റർ കോറി ബുക്കർ ചരിത്രം കുറിച്ചു. ഒരു ദിവസം 1 മണിക്കൂറും 5 മിനിറ്റും തുടർച്ചയായി നിന്നുകൊണ്ട് US സെനറ്റിൽ ട്രംപ് ഭരണകൂടത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ന്യൂജേഴ്സിയിൽ നിന്നുള്ള ഡെമോക്രാറ്റിക് സെനറ്റർ കോറി ബുക്കർ ചരിത്രം സൃഷ്ടിച്ചു. ഇതുവരെയുള്ള റെക്കോർഡ് ഭേദിച്ചു. ഇതിനു മുൻപ് സെനറ്റിലെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗത്തിനുള്ള റെക്കോർഡ് സൗത്ത് കരോലിനയിൽ നിന്നുള്ള സ്ട്രോം തെർമണ്ടിന്റേതാണ്. 1957 സിവിൽ റൈറ്റ്സ് ആക്ടിനെതിരെ അദ്ദേഹം 24 മണിക്കൂറും 18 മിനിറ്റും പ്രസംഗിച്ചു. 22 മണിക്കൂർ പിന്നിട്ടപ്പോൾ ബുക്കറുടെ പ്രസംഗം സെനറ്റ് ചരിത്രത്തിലെ മൂന്നാമത്തെ ദൈർഘ്യമേറിയ പ്രസംഗമായി മാറി. 2013 അഫോർഡബിൾ കെയർ ആക്ടിനെതിരെ ടെക്സസ് റിപ്പബ്ലിക്കൻ സെനറ്റർ ടെഡ് ക്രൂസും 21 മണിക്കൂറും 19 മിനിറ്റും പ്രസംഗിക്കുകയുണ്ടായി. തിങ്കളാഴ്ച രാത്രി 7 മണിക്ക് ആരംഭിച്ച പ്രസംഗം ചൊവ്വാഴ്ച രാത്രി 8:05 വരെ നീണ്ടുനിന്നു. ചട്ടപ്രകാരം ഇരുന്നാൽ പിന്നെ പ്രസംഗം തീരും. ഇടയ്ക്ക് വെള്ളം കുടിച്ചു. ശാരീരികമായി കഴിവുള്ളിടത്തോളം സമയം താൻ പ്രസംഗം തുടരുമെന്ന് സെനറ്റർ ആദ്യമേ പറഞ്ഞു. 23 മണിക്കൂറിലധികം കഴിഞ്ഞിട്ടും മുൻ ഫുട്ബോൾ കളിക്കാരനായ ഈ 55-കാരൻ ക്ഷീണിതനായില്ല. Today's headlines brought to you by Malabar Gold and Diamonds.